കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നേ. എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ യെല്ലോ ഹൗസിന്റെ വൈസ് ക്യാപ്റ്റനായി. താമസിച്ചെന്ന് വിചാരിച്ചാണ് ചെന്നത്, പക്ഷെ നേരത്തെ ആയിരുന്നേ. അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആയിരുന്നു, അത് ഓഫാക്കാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത പോലെ വരിയായിട്ട് നിന്ന് നമ്മുടെ ഗസ്റ്റുകളെയൊക്കെ വരവേക്കാൻ ബാൻഡും ഉണ്ടായിരുന്നേ. ഗസ്റ്റ് എന്ന് പറയുന്നത് MLA AD തോമസ് സാറായിരുന്നേ. ആദ്യം ആ ഗ്ലൗസ് ഇട്ടപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലത്തെ ഗ്ലൗസ് മുമ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ അത് ശരിയായി. ബാൻഡിന് കുറേ ഗസ്റ്റുകളും അത് കഴിഞ്ഞ് സ്കൂൾ ലീഡറും ചെയർപേഴ്സണും പിന്നെ ഞങ്ങൾ ഓരോ ഹൗസിൻ്റെയും ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും പിന്നെ ക്ലാസ് മോണിറ്ററും വൈസ് മോണിറ്റർമാരുമാണ് പോകുന്നത്. സ്കൂൾ ലീഡേഴ്സിനും ഹൗസ് ക്യാപ്റ്റന്മാർക്കും കൊടികളും പിന്നെ മോണിറ്റർമാർക്കെല്ലാം ദീപങ്ങളും വരുന്നേ, അതായത് നമ്മുടെ ഇലക്ട്രിക് ക്യാൻഡിൽ. അമ്മ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു പോയി നിന്നപ്പോൾ പുറകെ നിന്നിട്ടൊന്നും കാണുന്നുമില്ലായിരുന്നേ. അങ്ങനെ ഓരോ ഹൗസിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അവരുടെ ഫ്ലാഗുമായിട്ട് സ്റ്റേജിലോട്ട് കയറുവാണ്. ബ്ലൂ ഹൗസും ഗ്രീൻ ഹൗസും റെഡ് ഹൗസും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ യെല്ലോ ഹൗസിൻ്റെ അവസരമായിരുന്നേ. അങ്ങനെ ഞങ്ങളും ഫ്ലാഗുമായിട്ട് സ്റ്റേജിലോട്ട് കയറിയിരുന്നു. അധികം വെട്ടമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ക്ലിയർ അല്ലാത്തത്. ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, യെല്ലോ ഹൗസ് എന്നുള്ള രീതിയിലായിരുന്നു ഓരോ ഗ്രൂപ്പുകളാക്കിയായിരുന്നു എല്ലാ കുട്ടികളെ ഇരുത്തിയിരുന്നത്. അപ്പോൾ ഈ പല നിറങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പോപ്പിൻസ് മിഠായിയുടെ കവർ പൊട്ടിച്ച പോലെയാണ് തോന്നിയത്. അങ്ങനെ MLA സാർ ദീപമൊക്കെ തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തേ. പിന്നെ MLA സാറിന് സ്കൂളിന്റെ വക പൊന്നാടയും മൊമന്റോയും ഉണ്ടായിരുന്നു. സ്കൂളിലെ പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. സ്കൂൾ ലീഡറും ചെയർപേഴ്സണും സാഷേഴ്സും ബാഡ്ജസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം MLA സാറിന് തിരക്കായതുകൊണ്ട് നേരത്തെ പോകേണ്ടി വന്നേ. പിന്നെ ലീഡേഴ്സിന്റെയും ഹൗസ് ക്യാപ്റ്റന്മാരുടെയും പ്രതിജ്ഞ എടുക്കലായിരുന്നു. അപ്പോൾ ആ ഹൗസിലെ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളും പ്രതിജ്ഞ എടുത്തു. പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും PTA പ്രസിഡന്റ് ഹൗസ് ക്യാപ്റ്റന്മാർക്കും വൈസ് ക്യാപ്റ്റന്മാർക്കും ബാഡ്ജസും സാഷേഴ്സും കൊടുത്തു. പിന്നെ ക്ലാസ് മോണിറ്റേഴ്സിനുള്ള ബാഡ്ജസും വിതരണം ചെയ്തേ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ HM സിസ്റ്റർ വിൻസി അന്നത്തെ പരിപാടിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. എല്ലാ കുട്ടികളെയും ക്ലാസ്സിലോട്ട് പറഞ്ഞയച്ച് പിന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് റോസാപ്പൂവൊക്കെ കിട്ടി. ഞങ്ങളത് വിടർത്തുന്നതിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണം അവിടെ. എൻ്റെ സാക്ഷിയാണെങ്കിൽ ഊരി പോകുമായിരുന്നു. അത് എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ആണോ എന്ന് എത്തി നോക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ. പാരൻസും ടീച്ചേഴ്സും എല്ലാവരും മാറി മാറി എടുക്കുന്നതുകൊണ്ട് ഏത് ഫോണിലോട്ട് നോക്കണമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കണ്ട ഫോണിലോട്ടൊക്കെ നോക്കി ചിരിച്ചിട്ടുണ്ട് എന്തായാലും. ഞാൻ ഒരിക്കലും ഈ ദിവസം മറക്കത്തില്ലേ, കാരണം ഇന്നത്തെ ദിവസം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഇതൊരു വലിയ ഉത്തരവാദിത്വമെന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി എൻ്റെ ഹൗസിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.